ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മാഗി നൂഡിൽസ് ആട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സബോള, തക്കാളി, ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ അരിഞ്ഞ് വെച്ചേക്കണ സബോള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ സബോള മാത്രമേ ഞാൻ ഇടണുള്ളൂ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബീൻസും ക്യാരറ്റും തക്കാളിയൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ അരിഞ്ഞെടുത്തേക്കണേ. അപ്പോൾ ഇത് അധികം വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ. അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗി നൂഡിൽസ് ഞാൻ 2 ഭാഗം എടുക്കണേ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഈ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗിയിൽ ചെറുതായിട്ട് ഉപ്പുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാഗിയുടെ കൂടെ മസാല കിട്ടുമല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാഗി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാഗിയിലേക്ക് നമുക്ക് 2 മുട്ടയൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ 2 മുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. മാഗി തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഗി ഞാൻ പൊടിച്ചിട്ടല്ല ഇട്ടത്, അത് കാരണം ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ മുട്ട കൊത്തിപ്പൊരിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനിത് എപ്പോഴും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു മാത്രം. ചിക്കൻ്റെ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.